Welcome students. ഇന്ന് പ്രോഫിറ്റ് പ്രൈവറ്റ് ഇൻകോർപ്പറേഷനിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇല്ലസ്ട്രേഷൻ തേർഡ് എടുക്കുക. ഇന്ദർ ആൻഡ് വിഷ്ണു വർക്കിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഏറ്റെടുക്കാവുന്ന ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുത്താൽ അത് അബ്സോർപ്ഷൻ അമാൽഗമേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകും. സോ ഇന്ദർ ആൻഡ് വിഷ്ണു വർക്കിംഗ് ഇൻ എ പാർട്ട്ണർഷിപ്പ് registered a joint stock company under the name of Fellow Travelers Limited. So that is the name of the company on May 31st 2011 to take over their existing business. അപ്പോൾ അവർ their existing business convert ചെയ്ത് ലിമിറ്റഡ് കമ്പനി ആക്കുകയാണ് ചെയ്തത്. It was agreed that they would take over the assets of the partnership from January 1st for a sum of 3 lakhs. January 3 lakhs rupees consideration സമ്മതിച്ചിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്ത് ലിമിറ്റഡ് കമ്പനിയായി മാറും. ഇപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസക്കാലം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡും ബാക്കി 7 മാസക്കാലം പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡുമാണ്. സോ ദ ടൈം റേഷ്യോ, write down notes, time ratio is equal to 5 months is to 7 months. Am I right? 5 months എങ്ങനെ വന്നു? January to May 31st. Date of purchase to date of incorporation is called pre-incorporation period. That comes to 5 months. The remaining 7 months is the post-incorporation period. The consideration amount is 3 lakhs and pay interest on the amount at the rate of 6% per annum. The amount was paid on June 30. So after 6 months from the date of purchase, the consideration is exactly paid. Out of the 6 months, 5 months pre-incorporation period and 1 month post-incorporation period. So write the another note, time ratio for interest on purchase consideration. Time ratio for interest on purchase consideration. 5 months period pre-incorporation. So the ratio 5 months is to 1 month. 5 months is to 1 month. 5 is to 1. Correct? Next. To discharge the purchase consideration, company issued 20,000 equity shares of 10 each at a premium of 1 each. For face value 20,000 into 10, 2 lakhs. Securities premium 20,000 in 1, 20,000 in 1. So write another note. Nominal value of share capital is equal to share capital ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ട് വരികയല്ല, പക്ഷെ ബാലൻസ് ഷീറ്റ് എഴുതാനുള്ള ഒരു കണക്കാണിത്. അതുകൊണ്ട് we have to show the share capital at its nominal value 20,000 into 10, 2 lakhs. Correct? Securities premium is equal to 20,000 into 1, 20,000. Securities premium ഏത് കേട്ടിൽ പോകും? Reserves and surplus. Reserves and surplus. And debentures, 7% debentures of the face value of 1,50,000 to the vendors at par. You know, debenture will come under the head long-term borrowings. Long-term borrowings. Debenture interest is to be shown in the post-incorporation period only. Why? Company start ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് ഏത് പീരീഡിൽ കാണിക്കണം? പോസ്റ്റ്-ഇൻകോർപ്പറേഷൻ പീരീഡിൽ. ഈ കണക്കിൽ അവരൊരു ട്രേഡിംഗ് അക്കൗണ്ട് കോമൺ ആയി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ സെയിൽസ് തന്നിരിക്കുന്നത് ജാനുവരി ടു 31st May 60,000, ജൂൺ ടു ഡിസംബർ 1,20,000. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെയിൽസ് റേഷ്യോ കണ്ടുപിടിക്കാം. സോ റൈറ്റ് ദ അനദർ നോട്ട്. സെയിൽസ് റേഷ്യോ is equal to 60,000 is to 1,20,000. That is equal to 1:2. That is equal to
1:2. Am I right? 60,000 is to 1,20,000, that is 1:2. Correct? 60,000 is to 1,20,000, 1:2. That is the sales ratio. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിനെ ആദ്യമേ അലോക്കേറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിൽ? ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റേഷ്യോയിൽ അലോക്കേറ്റ് ചെയ്യുക. സാലറി ആൻഡ് വേജസ് ടൈം റേഷ്യോ. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ഓൺലി. ഡിപ്രീസിയേഷൻ ടൈം റേഷ്യോ. ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസ് കൺസ്ട്രക്ഷൻ റേഷ്യോ ടൈം റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 5 months is to 1 month. 5:1. ബേസിസ് കോളം വേണമേ. ബേസിസ് കോളത്തിൽ നിങ്ങൾ അത് എഴുതണം വൃത്തിയായിട്ട് കേട്ടോ. സെല്ലിംഗ് കമ്മീഷൻ സെയിൽസ് റേഷ്യോ. ഡയറക്ടേഴ്സ് ഫീസ് ഡയറക്ടർ കമ്പനി ഡയറക്ടർ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ഓൺലി. ആക്ച്വൽ amount. Preliminary expenses actual post incorporation period only. Provision for taxation actual post incorporation period only. Okay. Next, dividend ആണ്. ഡിവിഡൻഡ് P&L അക്കൗണ്ടിൽ കാണിക്കില്ല. ഡിവിഡൻഡ് റിസീവ്ഡ് ആണെ കാണിക്കും. ഡിവിഡൻഡ് ഇവിടെ നമുക്ക് വേറെ സെപ്പറേറ്റ് കാണിക്കണം. ടോട്ടൽ പ്രോഫിറ്റ് 13,250. അപ്പോൾ നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റിനെ ഏത് റേഷ്യോയിൽ അലോക്കേറ്റ് ചെയ്തു? സെയിൽസ് റേഷ്യോയിൽ. ബാക്കി എക്സ്പെൻസസ് എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രീ ഇൻകോർപ്പറേഷനിലെ പ്രോഫിറ്റിന് എന്ത് പേര് പറയും? ക്യാപിറ്റൽ റിസർവ്. ഇവിടെ ക്യാപിറ്റൽ റിസർവ് വരേണ്ടത് capital reserve is equal to 4917 and the net profit is equal to 13,333. That is net profit after tax. Net profit after tax. ഇത്ര എഴുതി കഴിഞ്ഞാൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് എഴുതണം. നോട്ട്സ് ടു അക്കൗണ്ട്സ്. 1 ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഷെയർ ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 20,000 ഷെയർസ് ഓഫ് ₹10 each. That comes to 2 lakhs. Then 2 not to reserves and surplus. Reserves and surplus. അതിൽ ആദ്യമേ securities premium. Securities premium. You know the working note 20,000. Then capital reserve. You got capital reserve as 4917. Am I right? 4917. The securities premium എഴുതി, capital reserve എഴുതി. Capital reserve means profit prior to incorporation. Am I right? Then surplus എഴുതുമ്പോൾ surplus semicolon profit for the year inner column 13,333 less dividend payable 5,000. Am I right? Dividend payable 5,000. The balance comes to 8,333 totally. Then the total comes to 33,250. 33,250 to be shown under the head reserves and surplus in balance sheet. Then long-term borrowings, not 3. Long-term borrowings. 7% debentures. 7% debentures. Am I right? That comes to 1,50,000. 1,50,000. Moreover, fourth one, short-term provisions. Liability settled short-term provisions. Short-term provisions രണ്ട് കാര്യങ്ങൾ എഴുതാനുണ്ട്. Provision for taxation and dividend payable
how much dividend payable, provision, short term provision, 1 proposed dividend, dividend payable ആണെങ്കിൽ 5000, proposed dividend 5000, dividend paid ആണോ payable ആണോ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. ഡിവിഡൻഡ് പെയ്ഡ് ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഡിവിഡൻഡ് പെയ്ഡ് പ്രപ്പോസ് ഡിവിഡൻഡ് കാണിക്കേണ്ട, P&L അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാണിച്ചാൽ മതി. പ്രപ്പോസ് ഡിവിഡൻഡ് ആണെങ്കിൽ ഇവിടുന്ന് കുറയ്ക്കുകയും ചെയ്യണം. അതുകൂടാതെ ഡിവിഡൻഡ് പെയ്ഡ് ആണിത്, പേയബിൾ അല്ല, സോറി. അപ്പോൾ ഷോർട്ട് ടൈം പ്രൊവിഷൻസ് നമുക്ക് എന്ത് എഴുതിയാൽ മതി? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മാത്രം എഴുതിയാൽ മതി. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, how much it is provision for taxation? That is only 6000. ഇനി നിങ്ങൾ ബാലൻസ് ഷീറ്റിന്റെ ഒരു എക്സ്ട്രാക്ട് മാത്രം കാണിച്ചാൽ മതി, കാരണം അസറ്റ്സ് ഒന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് ഫെലോ ട്രാവലേഴ്സ് ലിമിറ്റഡ്, പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്, ഇങ്ങനെ 3 കോളം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, then അതിൽ A share capital not 1 2 lakhs, then B reserves and surplus not 2 33,250, then second point non current liabilities, അതിൽ long term borrowings 1,50,000, then third current liability short term provisions 6,000. അങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിന്റെ ഒരു എക്സ്ട്രാക്ട് കിട്ടും. മനസ്സിലായല്ലോ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കണക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലസ്ട്രേഷൻ 4ലേക്ക് പോകാം. ഇലസ്ട്രേഷൻ 4. The partners of Maitri Agencies decided to convert the partnership into a private limited company called MA Private Limited with effect from 1st January 2012. ഇതിന് ഇച്ചിരി പ്രത്യേകതയുള്ള കണക്കാണ്. സോ ഡേറ്റ് ഓഫ് പർച്ചേസ് ഈസ് 1st January 2012. The consideration was agreed at 1,17 lakhs based on the firm's balance sheet as at 31st December 2011. However, due to some procedures difficulties, company could be incorporated only on 1st April 2012. That is after 3 months, January, February, March. So pre-incorporation period is equal to pre-incorporation period 1st January to 1st April 2012. That is 3 months period. 3 months period is the pre-incorporation period. And meanwhile, the business was continued on behalf of the company and the consideration was settled on that day with interest at 12% per annum. That date means the date of incorporation. So here the interest on purchase consideration is discharged at the time of incorporation date. So interest is only an expenses for the pre-incorporation period. എത്ര വരും? interest on purchase consideration. Interest on purchase consideration is equal to 1,17 lakhs. Am I right? 1,17 lakhs into എത്ര പെർസെന്റേജ് പറഞ്ഞിരുന്നത് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? on the interest at the rate of 12% per annum. 12/100 into 3/12. That comes to 3,51,000. 3,51,000. This is only for pre-incorporation period only. Why? Because the interest to vendors is located on
1st April itself. So this is not an expenses for the post incorporation period. മനസ്സിലായോ? Next. The same books of accounts were continued by the company which closed its account on the first time on 31st March 2013. So in this question, date of final accounts is equal to 31/3/2013. That means after incorporation, 1 year elapsed for completing the accounts. So the time ratio is equal to 3 months is to 12 months. 3 months is to 12 months. 3 months is pre-incorporation and 12 months is post-incorporation. Am I right? So the time ratio is equal to 1:4. Time ratio is equal to 1:4. Okay. So here the sales ratio, time ratio is calculated for 15 months period. നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാതെ പോകും. കാരണം പ്രീ ഇൻകോർപ്പറേഷൻ 3 എന്ന് കണ്ടാൽ ഉടനെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ 9 months എന്ന് എഴുതും. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായി കാണും. ഇൻട്രസ്റ്റ് വെൻഡേഴ്സ് 3,51,000 കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായി കാണും. This is the two important working note in this question. Okay, next. Sales is given and cost of goods sold is also given. നിങ്ങൾക്ക് ഒന്നുകിൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഗ്രോസ് പ്രോഫിറ്റിനെ സെയിൽസ് റേഷ്യോയിൽ അലോക്കേറ്റ് ചെയ്യാം. അതർവൈസ് സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക, സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പൊ സെയിൽസ് ഇൻകം ആയിട്ട് എഴുതി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സ്പെൻസ് ആയിട്ട് എഴുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻസ്. One, you can deduct cost of goods sold from sales to get the gross profit, then allocated it to the pre and post incorporation period on the basis of sales ratio. Correct? Otherwise, sales ratio, cost of goods sold also sales ratio. Sales income, cost of goods sold expense. Next. Salary, ഏത് റേഷ്യോ? ടൈം റേഷ്യോയാ. ഇവിടെ ഈ കണക്കിൽ കുറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പാരഗ്രാഫ് ഇൻഫർമേഷൻ വായിക്കുക. കമ്പനീസ് ഓൺലി ബോറോയിങ് വാസ് എ ലോൺ ഓഫ് 50 lakhs at the rate of 12% per annum to pay the purchase consideration due to the firm and for working capital requirement. In order to pay the purchase consideration of 1,17 lakhs, moreover, in order to get augment working capital to the company decided to take a loan of 50 lakhs at the rate of 12% per annum. You know the company is incorporated on 1st April and accounts are closed on 31st March after 12 months period. So you have to calculate the interest for 1 year. So interest on loan is equal to loan amount is 50 lakhs. 50 lakhs into 12 by 100, am I right? 12 by 100. That comes to 6 lakhs. So interest to vendors, it is only for pre-incorporation period. But interest on loan, it is company's loan, it is only for post-incorporation period. By allocating these expenses, interest എഴുതുമ്പോൾ interest to vendors actual ഏത് പീരീഡിൽ മാത്രം കൊടുക്കുക? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ. then interest on loan actual ഏത് പീരീഡിൽ കൊടുക്കുക? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ കൊടുക്കുക. 6 lakhs. അങ്ങനെ ടോട്ടൽ 9,51,000. ഈ ക്വസ്റ്റിന്റെ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഒരു 9,51,000 കിടക്കുന്ന കണ്ടോ? ആ 9,51,000 ഇത് രണ്ടെണ്ണമാണ്. ഒന്ന് ഇൻട്രസ്റ്റ് വെൻഡേഴ്സ്, ദ സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. കറക്റ്റ്? അതുകൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ആക്ച്വൽ എമൗണ്ട് ആണ്, അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇൻട്രസ്റ്റ് ടു പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് on 1st April,
that is on pre-incorporation period only. That is the expense for pre-incorporation period only. But company took the loan on incorporation date. So the loan is outstanding still. The interest is to be calculated for the entire period of 12 months. That comes to 6 lakhs. Okay. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ അകത്ത് റേഷ്യോ കാൽക്കുലേഷൻസ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ. The company was able to double the average monthly sales of the firm from 1st April 2012. Company was able to double the average monthly sales of the firm from 1st April 2012. That date is the date of incorporation. Let the monthly average sales of pre-incorporation period is equal to 1. Therefore, monthly average sales of post-incorporation is equal to 2 times. Okay. Therefore, total sales of pre-incorporation is equal to, this is monthly average. Pre-incorporation period etra masam undu? 3 months into 1, that is equal to 3. And total sales of post-incorporation is equal to 2 into 12, etra varum? 24. Am I right? So the ratio is equal to 3:24. That is 1:8. 1:8 is the sales ratio. 1:8 is the sales ratio. Am I right? Then salary tripled from that date. About for allocating salary, ratio for salaries. ഇത് തന്നെ നമുക്ക് നോക്കാം. 1 into 3 is to triple 3 into 12. So 1 into 3 is equal to 3 is to 3 into 12, 36. So the ratio 1:12. So for allocating salary, the ratio is 1:12. Am I right? Then it had to occupy additional space from 1st July 2012, for which rent was 30,000 per month. ഇപ്പൊ നിങ്ങൾക്ക് സാലറി അലോക്കേറ്റ് ചെയ്യാനുള്ള റേഷ്യോ അറിയാം, സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അലോക്കേറ്റ് ചെയ്യാനുള്ള സെയിൽസ് റേഷ്യോ അറിയാം. ഇനിയിപ്പോ റെന്റിന്റെ കാര്യം പറയുവാണ്. ടോട്ടൽ റെന്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ടോട്ടൽ റെന്റ് ഗിവൺ ഈസ് 7,20,000. So total rent is equal to, എല്ലാത്തിനും വർക്കിംഗ് നോട്ട് എഴുതണേ. വർക്കിംഗ്സ് ഫോം പാർട്ട് ഓഫ് യുവർ ആൻസർ. റിമെമ്പർ ഇറ്റ്. ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അഡീഷണൽ പോയിന്റ് ആണ് വർക്കിംഗ്സ് ഫോം പാർട്ട് ഓഫ് യുവർ ആൻസർ. So total rent is equal to 7,20,000. And additional rent എന്ന് തുടങ്ങിയിട്ടാണ് നോക്കുക. additional rent, it had to occupy additional space from 1st July, August, September, October, November, December, January, February, March. 9 months. Additional rent is equal to എത്ര മാസത്തേക്ക്? 30,000 in additional rent. 30,000 into 9 months. 30,000 into 9. That comes to 2,70,000. ഇത് ഏത് പീരീഡിൽ മാത്രം വരുന്ന? Only for post incorporation. So balance rent is equal to 4,50,000. അപ്പോൾ നമ്മൾ റെന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് കൊടുക്കാം. പ്രീ പോസ്റ്റ്. ആദ്യമേ റെന്റ് ഈ 4,50,000 ഏത് റേഷ്യോയിൽ വീതിക്കണം? ടൈം റേഷ്യോയിൽ വീതിക്കണം. ടൈം റേഷ്യോ എത്രയാ?
ടൈം റേഷ്യോ ഇസ് ഈക്വൽ ടു നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1:4. ടൈം റേഷ്യോ 1:4 എന്നുള്ള റേഷ്യോയിൽ വിധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര വരും? ടൈം റേഷ്യോയിൽ വിധിക്കുമ്പോൾ 90,000 പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് 3,60,000 post incorporation. Am I right? 450 into 1/5 is equal to 90,000. 9 5s are 45. Then 90,000 into 4, 3,60,000. Additional space, additional space rent is equal to post incorporation period only 2,70,000. So that comes to 90,000 is to 6,30,000. Am I right? This is rent. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ആക്ച്വൽ റെന്റ് ഇതാണ്. അപ്പൊ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ റെന്റ് ആക്ച്വൽ എന്ന് എഴുതിയിട്ട് ഈ എമൗണ്ട് എഴുതണം. സാധാരണ റെന്റ് ഏത് റേഷ്യോയിലാണ് വിധിക്കുക? ടൈം റേഷ്യോയിൽ. ഇവിടെ നമുക്ക് വ്യക്തമായി തന്നിരിക്കുന്നതുകൊണ്ട് ആക്ച്വൽ എന്ന് എഴുതി ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി prepare a statement of apportioning cost and revenue between pre-incorporation and post-incorporation period and calculate profit or loss of such periods. Am I right? So, നമുക്ക് ഒന്നുകൂടെ നോക്കാം. സെയിൽസ് ഏത് റേഷ്യോയിൽ? സെയിൽസ് റേഷ്യോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഏത് റേഷ്യോയിൽ? സെയിൽസ് റേഷ്യോ. സാലറി ഏത് റേഷ്യോയിൽ? നമുക്ക് പ്രത്യേകം അറിയാം, വർക്ക് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സാലറിയുടെ റേഷ്യോ that comes to salary ratio comes to 1:12. Salary 1:12. Depreciation time ratio, then advertisement sales ratio 1:8, discount sales ratio, managing director's remuneration only in the post incorporation period, miscellaneous office expenses time ratio, office cum showroom rent actual 90,000, 6,30,000. Okay, interest ഞാൻ പ്രത്യേകം എഴുതി തന്നായിരുന്നു. interest to vendors 3,51,000 actual only in the pre-incorporation period. Interest on company's loan only in the post-incorporation. How much? 6 lakhs. Then balance it. Then you will get loss for the pre-incorporation period. First time you are getting loss for the pre-incorporation period. It can be transferred into which account? Goodwill account. It can be transferred into which account? Goodwill account. Goodwill. Balance sheet എഴുതുന്ന കണക്കാണെങ്കിൽ goodwill should be shown under the intangible asset. Correct? Then net profit ആണ്, net loss അല്ല. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നോട്ട്സും ഇതും. ഇത് വെച്ച് നിങ്ങൾ ഈ കണക്ക് ചെയ്ത് നോക്കണം. ആൻസർ ഈസ് ഗിവൺ ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ 5. ABC Limited took over a running business with effect from 1st April 2011. The company was incorporated on August, April, May, June, July. 4 months period is pre-incorporation and 31/3 is the closing period. August, September, October, November, December, January, February, March. 8 months period is the post incorporation period. So the time ratio is equal to 4 months is to 8 months. Time ratio is equal to 4 months is to 8 months. Time ratio is equal to 4 months is equal is to 8 months. 8 months. That comes to 1:2. 1:2. Remember, sales ratio is time ratio is 1:2. The following summarized P&L account has been prepared for the year ended 31/3/2012. Additional information വായിച്ചതിന് ശേഷം കണക്കിലേക്ക് വരാം. Total sales for the year which amounted to 19,20,000 are evenly up to the date of 30/9/2011. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസക്കാലം evenly up to the date. That means let the monthly average sales is equal to 1 up to 30th September.
then the total sales comes to 6 months into 1, 6. Am I right? Let monthly average sales up to 30th September is equal to rupee 1. Therefore, total sales for the first 6 months is equal to 1 into 6 is equal to 6. Pre-incorporation sales അറിയാനാണെങ്കിൽ 4 months ഉള്ളൂ. 4 into 1 എത്ര വരും? 4. Am I right? Okay. Then post incorporation ബാക്കി പറയുന്നത് നോക്കാം. Thereafter they recorded an increase of 2/3 during the rest of the year. So sales for the remaining 6 months is equal to ഓരോ മാസം 6 plus 6 into എത്ര പെർസെന്റേജ് കൂടിയെന്നാ പറയുന്നത്? 2/3 of the rest. 6 into 2/3, that comes to 4. 6 plus 4 is equal to 10. Am I right? So 6 is constant, and thereafter that showed an increase of 2/3 of 6. So the entire sales for the 6 months is equal to 10. So ratio 6 is to 10 for the 6 months period. So total sales is equal to 6 plus 10, that comes to 16. Okay. Then pre-incorporation sales is equal to ആദ്യമേ നമുക്ക് 1 ആണ്. 4 months period 4 months into 1, 4. Am I right? Then post incorporation sales is equal to ആദ്യത്തെ 6 മാസം 1 വെച്ചാണ്. Am I right? അതിലെ 4 മാസമാണ് പ്രീ ഇൻകോർപ്പറേഷൻ. അപ്പോൾ നമുക്ക് ബാക്കി 2 മാസമുണ്ട്. 2 months plus 2 months into 1, ഇത് 2 മാസത്തെ കാര്യമാ. ബാക്കി 6 മാസമുണ്ട്. മൊത്തം എത്ര മാസമാണ്? 8 മാസമാണ്. 8 months ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. സോ 2 months it is 2 and the post ബാക്കി 6 മാസം എത്രയായിരിക്കും? 6 എത്രയാ പറഞ്ഞിരിക്കുന്നത്? റിമൈനിങ് 16 ആ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര വരും? 2 months into 1 plus ബാക്കി റിമൈനിങ് 6 months എത്രയാ വരുന്നത്? 10. അപ്പോൾ എത്ര വരും? 10 plus 2, 12. അപ്പോൾ റേഷ്യോ എത്ര വരും? 4:12. That is equal to 1:3. Am I right? So the sales ratio is equal to 1:3. Sales ratio comes to 1:3. Okay. ഈ നോട്ട്സ് മനസ്സിലാക്കി എഴുതിയെടുക്കുക. 1:3. ഇനി ബാക്കി കണക്കിലേക്ക് വരാം. Rent of the office building was paid 2,000 per month up to September 2011, and thereafter it was increased by 400 per month. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് എത്ര മാസമുണ്ടോ അത്രയും മാസം എത്ര വെച്ച് കൊടുക്കണം? റെന്റ് 2,400 വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റെന്റ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എത്ര വരും? റെന്റ് ഫോർ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. Rent for pre-incorporation period comes to 2,000 into 4. എത്ര വരും? 8,000. Rent for the post-incorporation period നമുക്ക് നോക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസക്കാലം എത്രയേ ഉള്ളൂ? 2,000 into 2, 4,000. Am I right? Then October, November, December, January, February, March. October, November, December, January, February, March. 6 മാസം. ബാക്കി 6 മാസം 2,400 into 6, 14,400. That comes to 18,400. So rent is to be allocated on the basis of working note. So ആ വർക്കിംഗ് നോട്ട് നിങ്ങൾ എഴുതണം. ഈ റേഷ്യോസ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം റെന്റിന്റെ വർക്കിംഗ് നോട്ട് എഴുതണം. റെന്റ് ഫോർ ദ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 2,000 into 4, 8,000, and
rent for the post incorporation period is equal to August and September 2000 into 2 4000 and October to March 14,400. It is clearly given in your study material, so refer the study material for that working on. Then traveling expenses ന്റെ കാര്യം നോക്കുക. Traveling expenses include 4,800 towards sales promotion. Sales promotion എന്ന് പറയുമ്പോൾ that 4,800 should be allocated on sales ratio. ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ 16,800 ആണ് തന്നിരിക്കുന്നത്. അതിൽ 4,800 നിങ്ങൾ സെയിൽസ് റേഷ്യോയിൽ വീതിക്കുക. ബാക്കി എത്ര വരുമോ അത് ഏത് റേഷ്യോയിൽ? ടൈം റേഷ്യോയിൽ വീതിക്കുക. സാധാരണ ട്രാവലിംഗ് എക്സ്പെൻസും മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അലോക്കേറ്റ് ഇൻ ദ സെയിൽസ് റേഷ്യോ. But here it is mentioned that out of 16,800, only 4,800 is for sales promotion. So sales promotion traveling expenses should be allocated in sales ratio. Balance traveling expenses should be allocated on time basis. Okay. Next, depreciation include 600 for assets acquired in the post incorporation period. You know depreciation usually allocated in time ratio. അപ്പോൾ നിങ്ങൾ ഡിപ്രീസിയേഷൻ 9,600 തന്നിരിക്കുന്നതിൽ നിന്നും 600 മൈനസ് ചെയ്താൽ ബാക്കി 9,000 വരും. ആ 9,000-നെ നിങ്ങൾ ഏത് റേഷ്യോയിൽ വീതിക്കുക? ടൈം റേഷ്യോയിൽ വീതിക്കുക. എന്നിട്ട് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ വീതിച്ച ഡിപ്രീസിയേഷന്റെ കൂട്ടത്തിൽ ഏതും കൂടെ എഴുതുക? 600 കൂടെ എഴുതുക. റൈറ്റ്? സോ ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ മൈനസ് 600. Total depreciation is 9,600 minus post incorporation depreciation 600. ബാക്കി വരുന്ന 9,000 മുഴുവൻ പ്രീലി ആണെന്നതിന് അർത്ഥമില്ല. അസറ്റ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ മാത്രമായി ഈ വർഷം വാങ്ങിച്ച അസറ്റിന്റെ ഡിപ്രീസിയേഷൻ 600 ആണെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അസറ്റ് പണ്ടേ ഉണ്ടായിരിക്കും. പണ്ടേയുള്ള അസറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ടൈം റേഷ്യോയിലാണ്. സോ ഈ വർഷം പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ വാങ്ങിച്ച അസറ്റിന്റെ ഡിപ്രീസിയേഷൻ 600. ബാക്കി അസറ്റ് എല്ലാം നേരത്തെ ഉള്ളതാ. That depreciation 9,000 should be allocated in the ratio sales. അവർ സെയിൽസിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ വരുന്ന ഡിപ്രീസിയേഷന്റെ കൂട്ടത്തിൽ നിങ്ങൾ എത്രയും കൂടി ആഡ് ചെയ്യണം? ഈ വർഷത്തെ 600 കൂടി ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പം 3,000 for pre-incorporation period and 6,000 plus 600, 6,600 for the post-incorporation period. Correct? Next, purchase consideration was discharged by the company on 30th September by equity shares of ₹10. Purchase consideration എന്നാ ഡിസ്ചാർജ് ചെയ്തത്? 30th September. ഇവിടെ ഇൻട്രസ്റ്റ് വെൻഡേഴ്സ് തന്നിട്ടുണ്ട്. So right, time ratio for interest vendors. Time ratio for interest vendors. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ടൈം റേഷ്യോ ഫോർ ഇൻട്രസ്റ്റ് വെൻഡേഴ്സ്? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്ര മാസമോ? 4 months പീരീഡ്. റൈറ്റ്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ. Then this is paid on 30th September, August and September. So 4 months is to 2 months. 1:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 4/6 2/6 ഡിവൈഡ് ചെയ്യണം ഇൻട്രസ്റ്റ് വെൻഡേഴ്സ്. ഓക്കെ. സോ ഇൻട്രസ്റ്റ് വെൻഡേഴ്സ് ഈസ് അലോക്കേറ്റഡ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. 2 months is to 1 month. ഓക്കെ. 4 months is to 2 months എന്നാണ് കിട്ടുന്നത്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 2 months is to 1 എന്ന് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഇത്രയുമാണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഐ ആം ഗോയിങ് ബാക്ക് ടു ദ P&L account. Gross profit should be allocated in which ratio? Sales ratio. Then salary, time ratio. Stationery, time ratio. Traveling expenses ne രണ്ടായിട്ട് allocate ചെയ്യണം. Traveling expenses for sale promotion, sales ratio. Other traveling expenses, time ratio. Advertisement, sales ratio. Miscellaneous trade expenses, time ratio. Rent, office building, time ratio. Next, റെന്റിനെ പറ്റി നമുക്ക് അഡീഷണൽ സ്പേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ റെഫർ ദ വർക്കിംഗ് നോട്ട്. നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടൈം റേഷ്യോ. ഡയറക്ടേഴ്സ് ഫീസ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ഓൺലി. ബാർ ഡെറ്റ് റിലേറ്റഡ് വിത്ത് ദ സെയിൽസ്, സോ ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ഓൺ ദ റേഷ്യോ ഓഫ് സെയിൽസ്. കമ്മീഷൻ ടു സെല്ലിംഗ് ഏജന്റ്, സെയിൽസ് റേഷ്യോ. ടാക്സ് ഓഡിറ്റ് ഫീസ്,
tax audit fees ഏത് റേഷ്യോയിൽ സെയിൽസ് റേഷ്യോ വെറും ഓഡിറ്റ് ഫീസ് ആയിരുന്നെങ്കിൽ പോസ്റ്റ് here the tax audit fees allocated on the ratio of sales debenture interest post incorporation period only interest to vendors 4 months is to 2 months 4 months is to 2 months selling expenses sales ratio depreciation on fixed asset with reference to the working note then balance it you will get the pre-incorporation profit as capital reserve and post-incorporation profit as net profit. Okay. അപ്പോൾ ഈ കണക്കും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടെ വരാം. അതാണ് എനിക്ക് തോന്നുന്നു ഇല്ലസ്ട്രേഷൻസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇല്ലസ്ട്രേഷൻ 6 നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ABC Limited was incorporated on 1/5/2011 and it is take over the business of DEF and company from 1/1/2011. Date of purchase January 1st. Date of incorporation May 1st. January, February, March, April. 4 months is the pre-incorporation period. Am I right? 4 months. Then accounts are closed on 31st December. So 4 months is to 8 months. 4 months is to 8 months. It is the time ratio. 4 months is to 8 months is the time ratio. So time ratio is equal to 4 months is to 8 months. Next. Prepare a statement showing allocation of expense and calculation of pre-incorporation and post-incorporation periods after considering the information. Gross profit ratio is constant throughout the year. Gross profit ratio is constant throughout the year. Then sales for January and October were 1.5 times the monthly average monthly sales, while sales for December were twice the average monthly sales. Twice the average monthly sales. Okay. So നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണം. Date of purchase എന്നാണ് January 1st. So January, February, March, April. Am I right? Then post May, June, July, August, September, October, November, December. Date of incorporation 1/5, that is post incorporation period starting from 1/5 May. Sales for January and October were, let the monthly average sales is equal to, let monthly average sales is equal to ₹1. Always remember, in the absence of information, monthly average sales is equal to ₹1. Sales for January and October were 1.5 times the average monthly sales. January 1.5 times means 1 into 1.5, that comes to 1.5. And October, that is also 1.5. While sales for December were twice the average monthly sales. December twice, 2 times, 1 into 2. And for the remaining months, it is assumed as ₹1. The monthly average is always 1, 1, 1, 1. So total comes to 4.5, isn't it? Here it is 2 plus 1, 1.5. So 2 plus 3, 4, 5, 6, 7, 8, 9. 9. For 9.5. That 4.5 is to 9.5 multiplied by 2 in the both sides, then you will get 9 is to 19. So the sales ratio is equal to 9 is to 90. Sales ratio is equal to 9 is to 90. Am I right? So
സെയിൽസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക, എളുപ്പം ഉണ്ടായിരിക്കും. പ്രീ ഇൻകോർപ്പറേഷൻ, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. Then sales is increased 1.5 times on January and October, and in December it is twice. For the remaining months it is 1. Remaining months it is 1. Okay, so 2 plus 3, 4, 5, 6, 7, 8, 9. Okay, pre, post. So that is 9:90. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. യെസ്, നോക്കാം. നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് വരാം. Bad debts are shown after adjusting a recovery of 7,000 of bad debt for assets made in July 2010. നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്ന bad debt എത്രയാ? 91,000. Bad debt given in trial balance അല്ലെങ്കിൽ in P&L account. Am I right? In P&L account 91,000. പക്ഷെ P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഏതില്ല? ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഇല്ല. അതുകൊണ്ട് അവർ ഇൻഫർമേഷനെ പറയുക ബാഡ് ഡെറ്റ്സ് ഗിവൺ ഈസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എ റിക്കവറി ഓഫ് ബാഡ് ഡെറ്റ്സ്. ഇതൊരു മിസ്റ്റേക്ക് ആണ്. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡിന്റെ എൻട്രി എന്താ? Bad debts recovered in entry cash account debtor to bad debts recovered. That is the correct entry. Cash account debtor to bad debts recovered. Bad debts recovered. That is correct. പക്ഷെ എഴുതിയിരിക്കുന്ന wrong entry past. Wrong entry past. Wrong entry past is equal to cash account debtor to bad debts. Bad debts. How much? 7,000. 7,000. 7,000 രൂപ bad debts recovered അവർ bad debt അക്കൗണ്ടിൽ എഴുതിയത്. bad debt ഏത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസാ. അപ്പൊ bad debt 7,000 ക്രെഡിറ്റ് വന്നാൽ bad debt എത്ര കുറയും? 7,000 കുറയും. അപ്പോൾ യഥാർത്ഥ bad debt എന്താ? Therefore actual bad debt how much? 91,000 is after adjusting 7,000. 91,000 plus 7,000 എത്ര എഴുതണം? 98,000 എഴുതണം. ആക്ച്വൽ bad debt. bad debt ഏത് റേഷ്യോയിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത്? സെയിൽസ് റേഷ്യോയിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പൊ bad debts recovered എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വിറ്റിരുന്ന സെയിൽ. കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പനി ഉണ്ടോ? ഇല്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ വാങ്ങിച്ച സോൾ പ്രൊപ്പറേറ്ററുടെ ഒരു bad debts ആണ് ഇപ്പോൾ റിക്കവർ ചെയ്തത്. അത് ഏത് പീരീഡിലേ എഴുതാവുള്ളൂ? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ മാത്രമേ എഴുതാവുള്ളൂ. അതുകൊണ്ട് bad debts recovered, ഈ bad debts recovered ഉണ്ടല്ലോ, ഈ bad debts recovered 7,000 shown as an income in pre-incorporation period only. Pre-incorporation period only. So it is shown under the head gross profit as other income. Bad debts recovered. Pre-incorporation period profit ആയിട്ട് എടുക്കണം. Okay. Next. Bad debts are shown, that's all. Manager's salary was increased by 2,000 per month after 1/5/2011. ഇവിടെ സാലറി ഇൻക്ലൂഡിംഗ് മാനേജർ സാലറി 85,000 തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ സാലറിയെ രണ്ടാക്കണം. മാനേജർ സാലറി എന്നും അതർ ദാൻ മാനേജർ സാലറി എന്നും എഴുതണം. അതർ ദാൻ മാനേജർ സാലറി ഏത് റേഷ്യോയിൽ വിധിക്കണം? ടൈം റേഷ്യോയിൽ വിധിക്കണം. മാനേജർ സാലറി നമുക്കൊന്ന് ചെയ്ത് നോക്കണം. മാനേജർ സാലറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ മാനേജർ സാലറി എത്രയാ? 85,000. മാനേജർ സാലറി 85,000. ഇൻക്രീസ്ഡ് സാലറി
ഇൻക്രീസ്ഡ് സാലറി ഏത് പീരീഡിലാണ് വന്നിരിക്കുന്നത്? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലാണെന്നാണ് തോന്നുന്നത്. മാനേജർ സാലറി ഇൻക്രീസ് 2000 per month from 1/5/2011. 1/5/2011 is the date of incorporation date. അപ്പോൾ എത്ര മാസം അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും? 8 months ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2000 into 8 എത്ര വരും? 16,000. ബാക്കി എത്ര വരും? ബാലൻസ് 85,000 minus 16,000 69,000. നമുക്കിതിനെ പ്രീയും പോസ്റ്റിലേക്കും വീതിക്കാം. പ്രീ പോസ്റ്റ്. ആദ്യമേ മാനേജേഴ്സ് സാലറി 69,000 ഏത് റേഷ്യോയിൽ വീതിക്കണം? ടൈം റേഷ്യോയിൽ വീതിക്കണം. ടൈം റേഷ്യോ എത്ര? 1:2 എന്നുള്ള റേഷ്യോയിൽ വീതിക്കണം. 1:2 എന്നുള്ള റേഷ്യോയിൽ വീതിക്കണം. That comes to 23,000 and 46,000. Am I right? 23,000 and 46,000. Then increased salary ഏത് പീരീഡിൽ മാത്രം? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ മാത്രം 16,000. So it comes to 23,000 plus 62,000. Am I right? So 62,000 plus 23,000 is equal to 85,000. അപ്പോൾ മാനേജറുടെ സാലറി എങ്ങനെയാണ് ചെയ്തത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഈ വർക്കിംഗ് നോട്ട് എഴുതിയത്. വർക്കിംഗ് നോട്ട് ഫോം പാർട്ട് ഓഫ് യുവർ ആൻസർ. റിമെമ്പർ ഇറ്റ്. ഓക്കെ. Then all investments are sold in April 2011. Loss on sale of investment വന്നിട്ടില്ലേ? Our loss on sale of investment എത്രയാ? P&L account തന്നിരിക്കുന്നത് 11,200. That is shown only in the pre-incorporation profit. Why? It is sold before incorporating that company. So this is the investment of that sole proprietorship business. Then it is sold before closing incorporating. So this is loss purely on pre-incorporation period. Moreover, interest on investment 36,000 is also given. No other investment in this question. So this is also the income for pre-incorporation period. The entire audit fees related to the company. So this is not tax audit fees. This is only for company's audit fees. That is shown only in post-incorporation period. Okay. ഇനി ഞാൻ കണക്കിലേക്ക് വന്നാൽ gross profit which ratio? Sales ratio. Then interest on investment 36,000 pre-incorporation period income ആയിരുന്നു. Bar debts recovered 7,000 pre-incorporation period income ആയിരുന്നു. അപ്പോൾ pre-incorporation period in addition to the gross profit, two other incomes. One is interest on investment. Second one is bar debts recovered. Bar debts recovered and bar debts recovered. Correct? So that is the total income for the pre-incorporation period, and the balance is the income for the post-incorporation period. Then rent and rates, time ratio. Salary എഴുതുമ്പോൾ രണ്ടായിട്ട് എഴുതണം. Other salary in which ratio? Say time ratio. അതേ സാലറി എങ്ങനെ കണ്ടുപിടിക്കുക? 3,31,000 minus 85,000. Okay. Then manager salary 23,000 62,000. Actual എന്ന് എഴുതിയിരിക്കണം. Time ratio എന്ന് എഴുതണ്ട, actual amount. Next, carried out works, sales ratio, printing and stationery, time ratio, interest on debentures, post incorporation period only. Am I right? Sales commission, sales ratio, bar debt 91,000 plus 7,000 98,000 ratio sales ratio, underwriting commission, post incorporation period only, preliminary expenses, post incorporation period only, audit fees. In this question it is mentioned that it is for the company's audit fees shown only in company's post incorporation period only. Tax audit fees എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഏത് റേഷ്യോയിൽ വേദിക്കേണ്ടതുള്ളൂ? സെയിൽസ് റേഷ്യോയിൽ. Loss on sale of investment pre-incorporation period only. Then find out the difference. Then you will get capital reserve was 1,86,900 and net profit was 2,03,100. Okay. So this is for today. ഇത് കൂടാതെ നിങ്ങൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് 3 ക്വസ്റ്റ്യൻ ഉള്ളത്. ആ 3 ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യണം.
അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 3 ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്ന നോട്ട് എഴുതുന്ന കണക്കുകളും ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ ഏതാണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് പുതിയൊരു ചാപ്റ്ററുമായി വരുന്നിടക്കും വരെ വണക്കം.